സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സാകുന്ന യേശുവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഈ ഭൂമിയെ മൂടിയിരിക്കുന്ന അന്ധകാരത്തിൽ നിന്നും ജാതികളെ മൂടുന്ന ഇരുട്ടിൽ നിന്നും യേശുവിൻ്റെ തേജസ്സിലേക്ക് കടന്നു വരുവാൻ ഇതിലൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം നീ തേജസ്സിലാണ്, നീ വെളിച്ചത്തിലാണ്. ഇരുട്ടിൻ്റെ ഒരു പ്രവൃത്തിക്കും നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ഒരു മനുഷ്യനിൽ ഇരിക്കുന്നിടത്തോളം ഇരുട്ടിൻ്റെ പ്രവൃത്തികളും അവൻ്റെ ഉള്ളത്തിൽ ഇരിക്കുന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതലുള്ളായിരിക്കുന്ന വചനങ്ങൾ, ഒരു മനുഷ്യനിൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ഏതു വിധത്തിലാണ് കുടികൊള്ളുന്നത്. അവിടെ ദുർചിന്തയുണ്ടാകുന്നു, വ്യഭിചാരമുണ്ടാകുന്നു, പരസംഗമുണ്ടാകുന്നു, കൊലപാതകമുണ്ടാകുന്നു, മോഷണമുണ്ടാകുന്നു, അത്യാഗ്രഹമുണ്ടാകുന്നു, ദുഷ്ടതയുണ്ടാകുന്നു, ചതിയുണ്ടാകുന്നു, ദുഷ്കർമ്മമുണ്ടാകുന്നു, വിടക്കുകളുണ്ടാകുന്നു, ദൂഷണമുണ്ടാകുന്നു, അഹങ്കാരമുണ്ടാകുന്നു, മൂഢതയുണ്ടാകുന്നു. ഇതെല്ലാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഇവകളെ പുറത്താക്കുവാൻ ലോകത്തിലെ ഒരു ഡോക്ടർമാർക്കും സാധ്യമല്ല, ഒരു പോലീസ് അധികാരികൾക്കും സാധ്യമല്ല, ഒരു ജയിലറുകൾക്കും സാധ്യമല്ല. എത്ര വർഷം ജയിലിൽ കിടന്നാലും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ മാറത്തില്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവി, പ്രിയ പിതാവി, നിങ്ങളുടെ ഹൃദയം യേശുവിനെ ഏൽപ്പിക്കുക. വെളിച്ചം വരുമ്പോൾ ഇരുട്ടുകൾ മാറിപ്പോകുന്നു. എത്രയോ ലക്ഷങ്ങൾ മുടക്കിയ സോളാറിനും വൈദ്യുതീകരിക്കും കഴിയാത്തതായിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ വെളിച്ചം കടന്നു ചെല്ലുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ വിശേഷം 1-ാം അധ്യായം എഴുതപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഈ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നിടത്തോളം അതേ നിങ്ങൾക്ക് ഈ വക പാപത്തിൽ നിന്നും, പാപത്തിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിക്കാൻ കഴിയുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ആ വെളിച്ചം വ്യാപരിക്കുന്നു, ആ വെളിച്ചത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ആ യേശുവിന് നീക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ഇപ്പോൾ തന്നെ ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വ്യാപരിച്ചിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളും ആ സകല പാപചിന്തകളും ഇതിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.